തട്ടുകട സ്റ്റൈലിലാണ് നമ്മൾ ഈ ഒരു കൊള്ളിയും മുട്ടയും കൂടെ ചെയ്യുന്നത്. കൊള്ളി വെറുതെ ഉപ്പിട്ട് പുഴുങ്ങി വെച്ചേക്കാണ് കേട്ടോ. പാകത്തിന് വെള്ളം കൂറ്റി കളഞ്ഞ് വെച്ചേക്കുന്നതാണ്. ഇനി അതിലേക്ക് ഒരു സവോള എടുത്തിട്ടുണ്ട്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്, പച്ചമുളക് ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. 3 മുട്ട എടുത്തിട്ടുണ്ട്, നാളികേരം ഒരു ചെറിയ ബൗള് നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ കൊള്ളി പുഴുങ്ങിയത് അതിൻ്റെ ഉള്ളിലത്തെ ഞാരൊക്കെ എടുത്ത് കളഞ്ഞ് അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് ഓണാക്കിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് മാത്രം വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് എടുത്ത് വെച്ചേക്കണ സവോള, പച്ചമുളക്, ഇഞ്ചി ഇത് 3 ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കണം അതേ രീതി തന്നെ, അതേപോലെ തന്നെ മുട്ട ഓംപ്ലേറ്റ് കൊത്തി പിരിക്കണ പോലെ ഇതെല്ലാം ഇട്ട് നമുക്കൊന്ന് മുട്ടയും കൂടെ ഒഴിച്ചൊന്ന് കൊത്തി പിരിക്കാം. സവോള മൂക്കൊന്നും വേണ്ട. ഇപ്പം തന്നെ നമുക്ക് കുറച്ച് ഈ 3 മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇത് മുട്ടയും കൂടെ ഒഴിച്ച് കൊത്തിപ്പൊരിക്കുക. 3 മുട്ട ഒഴിക്കുന്നുണ്ട് കേട്ടോ എനിക്ക്. ഇതൊന്ന് കൊത്തിപ്പൊരിക്കാം കേട്ടോ. കൊള്ളി ഉപ്പിട്ടാണ് പുഴുങ്ങിയേക്കണം. അപ്പോൾ ഈ മുട്ടയിലേക്കുള്ള ഉപ്പ് മാത്രം നമ്മൾ ഇട്ടാൽ മതി കേട്ടോ. നന്നായിട്ട് ആവണതിന് മുന്നേ നമുക്ക് കൊള്ളിയിലിട്ട് കൊടുക്കണം കേട്ടോ. അധികം ആവരുത്. ഒരു 3/4 ഭാഗത്തൊന്നും ആവുമ്പോൾ നമുക്ക് കൊള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3/4 ഭാഗം ആയിട്ടുണ്ട് കേട്ടോ മുട്ട. ഇനി നമുക്ക് ഈ കൊള്ളിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതൊക്കെ കൂടെ മിക്സ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ നാളികേരം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. കൊള്ളിയും മുട്ടയും എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ ഒന്നും കൂട്ടി കഴിക്കേണ്ട ആവശ്യമില്ല. അന്നേരം ഞാനൊരു പച്ചമുളക് ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും അറിയുന്ന കാര്യമായിരിക്കും. എന്നാലും അറിയാത്തവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കൊള്ളിയുടെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അത് കാന്താരി മുളകാണ് സാധാരണ എടുക്കാറ്. പക്ഷേ കാന്താരി ഇപ്പം എൻ്റെ കയ്യിലില്ല. അത് പറമ്പിലുണ്ടാവുന്ന മുളക് തന്നെയാണ് നമ്മുടെ. ഉള്ളി ഇത്ര എടുത്തിട്ടുണ്ട്, പുളി ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാനായിട്ടാണ് പോണ്. അമ്മയും ഇട്ടത് വേണമെങ്കിൽ കുത്തിയാൽ മതി. പക്ഷേ ഇതിൻ്റെ കൂടെ ഈ ഒരു ഉള്ളിയുടെ കൂടെ ഇങ്ങനെ ഒരു നല്ലൊരു ചാറായിട്ട് കിട്ടാനായിട്ടാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ചാറായിട്ടാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെയായിട്ട് വേണ്ടേ നമുക്ക്. ഇതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കൊള്ളിയും ഈ ഒരു ചമ്മന്തി നല്ലൊരു കോമ്പിനേഷനാട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. എല്ലാവർക്കും ഒരുവിധ ആളുകൾക്കൊക്കെ അറിയുന്നത് തന്നെയായിരിക്കും. എന്നാലും അറിയാത്തവർക്കുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. ഇങ്ങനത്തെ ചാറാവുമ്പോൾ അധികം ഒഴിക്കേണ്ട, ഇത്ര മതി കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.